ആസ് എ സൂര്യ ഫാൻ ഐ എം ഹൈലി ഡിസപ്പോയിൻറ്റഡ് വിത്ത് റിട്രോ. ഒരു കാർത്തിക് സുബ്രാജ് പടം എന്ന് നമുക്ക് പറയുമ്പോൾ സൂര്യയും സുബ്രാജും കൂടി ഉണ്ടാകുന്ന ഒരു കോംബോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുടെ ഒരു അറ്റം പോലെ ഈ സിനിമയ്ക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ. ഒരു ഒരു ഇങ്ങനെയുള്ള ഫിലിമോഗ്രഫിയിൽ ഏറ്റവും വീക്കസ്റ്റ് മൂവായിട്ട് തോന്നി. എനിക്കിതിനു മുമ്പ് ജഗമേതന്തിരൊക്കെയാണ് ഇത്രയും മോശം അനുഭവം തോന്നിയത്. പക്ഷേ ഇത് അതിനേക്കാളും വെറുതെ സൂര്യയുടെ ഡേറ്റ് കിട്ടിയപ്പോൾ വെറുതെ ഒരു പടം എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത പോലെ ഒരു സ്ട്രക്ചറേ ഇല്ലാത്ത, പ്രത്യേകിച്ച് ഒരു കഥ ഇല്ലാത്ത, ഒരു ഡ്രൈവിംഗ് ഫാക്ടറും ഇല്ലാതെ വെറുതെ സൂര്യയുടെ ഡേറ്റ് കിട്ടി എന്നൊരു പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത പോലെയാണ് എനിക്ക് ഈ സിനിമ മൊത്തത്തിൽ ഫീൽ ആയത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭേദം എന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് ഈ സിനിമ എനിക്ക് കയ്യിൽ നിന്ന് പോയതായിട്ട് തോന്നിയത്. കാരണം ഒരു സിനിമ അതിൻ്റെ ഒരു കഥ ഇത് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ മുതലേ അയ്യേ ഇതാണോ ഈ സംഭവം എന്നുള്ളത് നമ്മളൊരു 1000-1500 പടത്തിൽ കണ്ടിട്ടുള്ള സെയിം പ്ലോട്ടിനെ എടുത്ത് പിന്നെ ഒന്ന് പൊടി തട്ടിയെടുത്ത് വെറുതെ പഴയ ഒരു സ്റ്റൈലിലൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയ പോലെയാണ് ഈ സിനിമ മുഴുവനായിട്ടുള്ളത്. സോ സൂര്യയുടെ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സൂര്യപടം ഫാൻ ബോയ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു 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 ഡ്രൈവിംഗ് ഫാക്ടറുണ്ട്, ഒരു എന്തെങ്കിലും ഒരു പഞ്ച് വേണ്ടേ ഒരു പടത്തിന്. ഇത് ഫുൾ ഓൺ ഫുൾ ആക്ഷനാണ്, സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നൊരു മെന വരാത്ത എന്തൊക്കെയോ വെറുതെ ചെയ്ത് കൂട്ടിയ പോലെയാണ്. ലവ് ആഫ്റ്റർ വാർ എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമയുടെ സ്ട്രക്ചറിങ് ഉള്ളത്. പല പല ചാപ്റ്റേഴ്സായിട്ട് ഈ സിനിമ തിരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല പിന്നെയും കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ വൈസ് സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. ഇതിന് മുമ്പ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ നമ്മൾ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ കാർത്തിക് സുബ്രാജ് പടമായ ജിഗർദണ്ഡ XXL ഒരു മോക്കപ്പ് അല്ലെങ്കിൽ അതേ സാധനം തന്നെ ഒന്ന് എടുത്ത് സൂര്യനെ വെച്ച് ചെയ്യാൻ നോക്കിയ പോലെയാണ് പല സമയത്ത് എനിക്ക് ഫീൽ ആയത്. അതിൻ്റെ അതേ ഷാഡോയിങ് നമുക്ക് പല സമയത്തും കാണാൻ പറ്റും. പക്ഷെ ആ സാധനത്തിൽ വർക്കായി. ആ രണ്ട് കോംബോ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ലോറൻസും SJ സൂര്യനും തമ്മിലുള്ള ഒരു കോംബോയും അവരുടെ ആ ഒരു പോക്കും ഡ്രൈവിംഗ് ഫാക്ടർ എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇതിൽ മൊത്തത്തിൽ ഫുൾ ഓൺ ഫുൾ കയ്യിൽ നിന്ന് പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം സൂര്യനെ വെച്ച് മാത്രം ഒരു വൺ മാൻ ഷോ പോലെയാണ് സിനിമ മുഴുവൻ പോവുക. ബാക്കിയൊക്കെ ഇപ്പോൾ ജോജിയുടെ ക്യാരക്ടറുണ്ട്, പിന്നെ ഒരു അൽക്കൊലത്ത് വില്ലനുണ്ട്, നാസറിനൊക്കെ പിടിച്ച് വില്ലനാക്കി എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ഒരു ഇരുത്ത് ഇങ്ങനെ വെറുപ്പിച്ചു എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കങ്കുവ കണ്ട പോലെയാണ് കുറേ നേരം സ്ഥലത്ത് ഫീൽ ചെയ്തത്. ആദ്യമൊക്കെ ഓക്കെ നമ്മളൊരു സൂര്യയുടെ ഇൻട്രോ അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള സൂര്യയുടെ എലിവേഷൻ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ട്. പക്ഷെ ഒരു പടമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വെറുതെ കുറച്ച് നേരം സൂര്യനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊരു പൈസയും മുടക്കി നമ്മൾ തിയേറ്ററിൽ പോയി ഒരു 3 മണിക്കൂറൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണത്. അതിന് വേണമെങ്കിൽ സൂര്യയുടെ വല്ല മാഷപ്പോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് യൂട്യൂബിലിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ മൂപ്പറുടെ പഴയ പടങ്ങൾ അതിൻ്റെ അടുത്ത് കണ്ടാൽ മതി. നമ്മൾ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഒരു പുതിയ സാധനം കാണാൻ പോവുകയാണെങ്കിൽ റിട്രോ എന്ന പടത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ജസ്റ്റ് എന്തൊക്കെയോ കയ്യിൽ നിന്ന് പോയ പോലൊരു സാധനം. ദെൻ പൂജയുടെ ക്യാരക്ടർ ആദ്യമൊക്കെ ഓക്കെ, ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഈ ലവ് സ്റ്റോറി എങ്കിലും കൊണ്ടുപോയാൽ മതിയായിരുന്നു പടത്തിൽ. ഇത് എന്താണ് ഈ പടത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഒരു വൺ ലൈൻ കിട്ടിയില്ല. എനിക്കൊരു ടോട്ടലി ബ്ലാങ്ക് ആയിപ്പോയി ഈ പടം. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്തിന് കണ്ടു എന്നുള്ള ആ ഒരു ഇത് ആക്ച്വലി എന്താണ് ഈ പടത്തിൻ്റെ കഥ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തില്ല. ഇത് ഒരാളോട് പറഞ്ഞു കൊടുക്കണം ഇതാണ് കഥ. ഇത് ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇനി വേറെ ലെവല് വല്ല ഇതുവരെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ പടാവണമെന്നൊന്നും ഇല്ലായിരുന്നു. ഈ ചങ്ങായിയുടെ ഒരു ചെറിയൊരു കംബാക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത് തരാൻ കാർത്തിക് സുബ്രാജിന് പോലും പറ്റിയില്ല. ഇനി ആർക്കാ പറ്റുകയെന്ന് അറിയില്ല. സോ ബീങ് എ സൂര്യ ഫാൻ ഇസ് സോ ടഫ് മാൻ. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഇറ്റ്സ് സോ ടഫ്. നല്ലൊരു ക്രൗഡ് കിട്ടിയതായിരുന്നു ഈ ഒരു പടത്തിന്. ഫാൻ ഷോ ഒക്കെ ഫുള്ളായിരുന്നു. ഒട്ടുമിക്ക എല്ലാ ഷോസും ഫസ്റ്റ് ഡേ ഫുള്ളാണ്. സോ ഒരു ക്രൗഡ് കുറേ കാലത്തിന് ശേഷമാണ് ഫുള്ളായിട്ട് ഇതിലേക്ക് വരുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് ഡെലിവറി. ഇതിലെ ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് സിനിമയിൽ. ഭയങ്കര ഡ്രമാറ്റിക്കാണ് പടം. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് പല സീനുകളും തോന്നും. ഈ സൂര്യയും പൂജയും തമ്മിലുള്ള കോംബോ സീനുണ്ട്. സിനിമയുടെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സീനാണ്. ഇരുന്ന് ചിരിക്കാൻ തോന്നി. ആൾക്കാർ ഇരുന്ന് ചിരിക്കുകയാണ്. ഈ നാടകം കാണില്ല അതുപോലെ ഈ അതുവരെ അടിക്കാൻ നിന്ന ആൾക്കാരൊക്കെ ഇവരുടെ ഒരു ലവ് സ്റ്റോറി കണ്ട് മാറി ഇന്ന് കരയുക. അവർ മാറി ഇന്ന് എന്തൊക്കെ പടത്തിൽ ഒരു 15 മിനിറ്റിൽ ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അത് ഫസ്റ്റ് ഹാഫിലുള്ള സാധനമാണ്. അത് പൊളി സാധനം. അത് മാത്രമാണ് എനിക്ക് ഈ പടത്തിലൊരു പടം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കുറച്ചെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പരിപാടി. ആ ഒരു സിംഗിൾ ഷോട്ടിനകത്ത് ഒരു കല്യാണത്തിന് റിസപ്ഷൻ ഉണ്ട്, ആ ഒരു ഹിറ്റായിട്ടുള്ളൊരു പാട്ട് സീനുണ്ട്, ഞാൻ ഈ പറയുന്ന ഒരു ആക്ഷൻ സീക്വൻസുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു 2-3 ഫ്ലോറിൽ ഒരുമിച്ച് നടക്കുന്ന സാധനമാണ്. സോ ആ ഒരു 15 മിനിറ്റിൻ്റെ ആ ഒരു വൺ ഷോട്ട് അടിപൊളിയായിട്ട് മാത്രമുണ്ട്. അത് മാത്രമാണ് ഈ സിനിമ കണ്ടു ഇറങ്ങി വന്നപ്പോൾ എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഫീൽ. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൂര്യയുടെ ഒരു ചെറിയ കുറച്ച് സ്ലോമോ സീക്വൻസുകളും അല്ലാതെ മൊത്തത്തിൽ കയ്യുമായിട്ടുള്ള എന്തൊക്കെയോ കണ്ട്
ഒരു എന്തോ ഒരു പടം. എന്നെ സംബന്ധിച്ച് ഒരു കംപ്ലീറ്റ് ഡിസപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണം എന്നില്ല. എനിക്ക് പറ്റിയില്ല, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവും. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഇനി എപ്പോഴെങ്കിലും ഒരു നല്ല സൂര്യപടം കാണാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയിൽ പിന്നെയും കാത്തിരിക്കുന്നു. സോ ഗുഡ് ബൈ.